Hello, welcome to Rich Chart Talks. Hello everyone, it's me Rahul. Welcome to Rich Chart Talks. So വീക്കിലി നമ്മുടെ അനാലിസിസ് നമുക്ക് ചെയ്യാം. ഇന്ന് ഓൺ വോയിസാണ് ചെയ്യുന്നത് ബിക്കോസ് വീക്കിലി ആയതുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് വീക്കിലോട്ടൊരു ടോട്ടൽ പ്ലാൻ ചെയ്യാം. അതായത് ബിഗ് ടൈം ഫ്രെയിം, മൾട്ടി ടൈം ഫ്രെയിം ചെയ്യാം. AI വെച്ച് ചെയ്യുമ്പം ഇത്രയും ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. മീൻസ് കുറച്ച് കൂടുതൽ ടൈം എടുത്തു പോകും. സോ I'm doing on voice, okay? So the നിഫ്റ്റിയുടെ ചാർട്ടാണ്. മന്ത്ലി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നിഫ്റ്റി ബുള്ളിഷാണ്. ലാസ്റ്റ് മന്തിൻ്റെ മുകളിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. സോ മന്ത്ലി നിഫ്റ്റി ബുള്ളിഷാണ്. സോ വീക്കിലി ലാസ്റ്റ് വീക്കിൻ്റെ മുകളിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ വീക്കിലി നമ്മൾ ബുള്ളിഷാണ്. സോ നമുക്ക് വീക്കിലി ട്രേഡ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാമല്ലോ, വീക്കിലി ഹൈ നമുക്കൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. സോ വീക്കിലി ഹൈ നമുക്ക് ഒരു റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് വെക്കാം. വീക്കിലി ലോ നമ്മുടെ ഒരു മേജർ സപ്പോർട്ടായിട്ടും ആക്ട് ചെയ്യും. സോ വീക്കിലി ലോയും നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, സോ വീക്കിലി ഹൈ ആൻഡ് ലോ, ലാസ്റ്റ് വീക്കിൻ്റെ ഹൈ ആൻഡ് ലോ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഓക്കെ, സപ്പോർട്ട് ഗ്രീൻ കൊടുക്കാം. സോ ഡേ ചാർട്ടിൽ നെഗറ്റീവാണ് ഒബ്വിയസ്ലി. ലാസ്റ്റ് ഡേ, അതായത് തേഴ്സ്ഡേ നമുക്കൊരു ഹാങ്ങിങ് മാൻ ആയിരുന്നു. അതിൻ്റെ താഴെ ജസ്റ്റ് ലോയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് അവറിൽ ചെറിയൊരു പുൾ ബാക്ക് വന്നെങ്കിലും ബട്ട് സസ്റ്റെയിൻ ചെയ്തില്ല മുകളിലോട്ട്. അവിടുന്ന് റെസിസ്റ്റൻസ് എടുത്ത് ക്ലോസ് ചെയ്തു. സോ നമുക്ക് ലാസ്റ്റ് ഡേ ലോയും, അതായത് ഫ്രൈഡേ ഡേ ലോയും മാർക്ക് ചെയ്യാം. ഫ്രൈഡേ ഡേ ലോയും മാർക്ക് ചെയ്തു. സോ ബട്ട് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു തോന്നുന്നു, മേ ബി ഇത്ര, അതായത് കണ്ടിന്യൂസ് ആയിട്ടൊരു ഈ അപ്പ് മൂവിന് ശേഷം ഒരു പുൾ ബാക്കാണ്. അതായത് ഇതിനർത്ഥം നിഫ്റ്റി താഴോട്ട് വരുന്നതെന്നല്ല. 25,000 മുകളിൽ നമ്മൾ നിൽക്കുന്നിടത്തോളം സമയം നമ്മൾ ട്രെൻഡ് അപ്പ് തന്നെയാണ്. സോ 25,000 താഴെ പോയാൽ മാത്രമേ പിന്നെ ഒരു കറക്ഷന് ചാൻസ് ഉള്ളൂ. ഇതൊരു ജസ്റ്റ് പുൾ ബാക്ക് ആക്കാനും ചാൻസ് ഉള്ളൂ. സോ 1 അവറിലോട്ട് പോയിട്ട് നമുക്ക് ലെവൽ മാർക്ക് ചെയ്യാം കേട്ടോ. സോ 1 അവറിൽ ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏരിയ, അതായത് 25,350 അല്ലേ, അതായത് 300 ഒരു 50 പോയിൻറ്റ്സ് മുകളിലോട്ട് വന്നെങ്കിലും 25,350 നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ഇന്നലെ ആക്ട് ചെയ്തു. അതുകൊണ്ട് 25,350 ഇന്നലെ എന്താ പറയുക, ക്ലോസ് ചെയ്യുക ചെയ്തത് നിഫ്റ്റി ഫ്രൈഡേ. സോ അവർ ബുള്ളിഷ് പ്ലാൻ അതും കൂടെ നമുക്ക് നോക്കാം. സോ ഇതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, അവർലിയിൽ നമുക്ക് നാളെ ട്രേഡ് വരണമെങ്കിൽ തന്നെ, അതായത് മൺഡേ നമുക്കൊരു ബുള്ളിഷ്നെസ് നമുക്ക് വരണമെങ്കിൽ 25,400 മുകളിലൊരു എന്താ പറയുക സ്ട്രോങ്ലി ക്ലോസ് വരണം. ആ ഒരു ക്ലോസ് ഉണ്ടെങ്കിൽ നമുക്ക് ബുള്ളറ്റ് സൈഡിലോട്ട് ട്രേഡ് വരാൻ ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ ഈ ഏരിയയിൽ നിന്ന് പിന്നെയും നിഫ്റ്റി ചിലപ്പം ഒരു പുൾ ബാക്ക് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതിന് മുകളിലോട്ട് വന്നാൽ മാത്രമേ നമുക്ക് ബുള്ളി സൈഡിലോട്ട് ട്രേഡ് എന്താ പറയുക പഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ എൻ്റെ ട്രേഡ്, അതായത് ആസ് ഓൺ മൈ അനാലിസിസ് 25,400 മുകളിൽ നമുക്ക് ഒരു കോൾ സൈഡ് പോവാം. ഈ 25,280 ഉണ്ടല്ലോ, ഈ ഒരു ലോ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി ഈ ഒരു ഏരിയ വരെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. കാരണം ഇവിടെ ഒരു ഇതും എന്താ പറയുക, ഒരു ഗ്യാപ്പും ഫില്ല് ചെയ്യാനുണ്ട് നിഫ്റ്റിക്ക്. സോ ആ ഒരു ഏരിയ നമുക്ക് ആ ഒരു ലോ നമുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ലോ ആയിട്ട് എടുക്കണം. കാരണം ഈ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി താഴോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ 15 മിനിറ്റ്സിൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. ഇന്നലെ ഈ നമ്മുടെ ലാസ്റ്റ് ഡേ ഹൈ എന്നൊരു റിജക്ഷൻ വന്നിട്ട് നേരെ 25,250 ഈ ഒരു ഏരിയയിൽ 300 ഈ ഒരു ഏരിയയിൽ വന്നിട്ട് 300 പിന്നെ പുൾ ബാക്ക് ചെയ്തിട്ട് പോവുകയായിരുന്നു. 350 വന്നിട്ട് റെസിസ്റ്റൻസ് എടുത്ത് നിന്ന് മുകളിലോട്ട് കയറാൻ കഴിഞ്ഞിട്ടില്ല. സോ ഇതിൻ്റെ മുകളിൽ പോയാൽ 25,400 മുകളിൽ കേട്ടോ, 400 മുകളിൽ പോയാൽ മതി. 400 മുകളിൽ ഒരു ക്ലോസ് തന്നാൽ മതി. നമുക്ക് ബുള്ളറ്റ് സൈഡിലോട്ട് ട്രേഡ് നോക്കാം. ടാർഗറ്റ് 500, 25,500 വരെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതിൻ്റെ താഴോട്ട് വരികയാണ്. ഈ ഒരു ഏരിയ നോ ട്രേഡിംഗ് സോണായിട്ട് നമുക്ക് മാർക്ക് ചെയ്തിട്ടേക്കാം. നോ ട്രേഡിംഗ് സോൺ ഓക്കെ. സോ ഈ ഏരിയയിൽ നമ്മളൊന്നും ട്രേഡ് ചെയ്തില്ല.
ഇതിൻ്റെ മുകളിലൊരു സ്ട്രോങ് ക്ലോസ് 350യുടെ മുകളിലല്ല 400യുടെ മുകളിൽ സ്ട്രോങ് ക്ലോസ് തന്നാൽ നമുക്ക് മുകളിൽ ട്രേഡ് എടുക്കാം. ഇതിനകത്ത് ഔട്ട് വരികയാണെങ്കിൽ 25,120 വരെ. ഈ 150 120 ഒക്കെ ഒരു സോൺസാണ് നിഫ്റ്റിയുടെ മെയിൻ സോൺസ്. പക്ഷേ വരികയാണെങ്കിൽ ഇവിടം വരെ ഏകദേശം ഈ ഒരു സോൺ വരെ, അതായത് അക്യുറേറ്റ് 120 ഞാൻ പറയുന്നില്ല, 25,150 to 120 ഏരിയയുടെ ആ ഏരിയയിൽ വന്നിട്ട് സപ്പോർട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട്. 200 നമുക്കൊരു ടാർഗറ്റായിട്ട് വേണമെങ്കിൽ വെക്കാം. ഓക്കെ, 200 നമുക്കൊരു ടാർഗറ്റായിട്ട് വെക്കാം. 200 ഒരു റൗണ്ട് നമ്പർ ആണല്ലോ. സോ ഇവിടെയൊക്കെ ഒരുപാട് ഓപ്പൺ ഇൻട്രസ്റ്റ് നിഫ്റ്റിക്ക് ഉണ്ടാവും. സോ ഓപ്പൺ ഇൻട്രസ്റ്റൊക്കെ നിങ്ങൾ നോക്കി ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്കത് മനസ്സിലാവും. ജസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. യെസ്, ഓക്കെ. ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 25,400 അറൗണ്ട് 1 CR ഉണ്ട്. ഓക്കെ, 1.15 CR ഉണ്ട് അവിടെ കോൾ റേറ്റേഴ്സ്. നമ്മുടെ മേജർ സപ്പോർട്ട് കണ്ടില്ലേ 300 ആണ്. അറൗണ്ട് 25,350 ഇപ്പോൾ നമുക്ക് സപ്പോർട്ടാണ്. ഓക്കെ, 350ൽ 1.2 CR, അറൗണ്ട് 1.39 CR 3.9 കോൾ റേറ്റേഴ്സും ഉണ്ട്. സോ അതൊരു ഇപ്പോഴത്തെ ഒരു മൈനർ സപ്പോർട്ടായിട്ടാണ് 300 ഉള്ളത്. 350ലും കോൾ റേറ്റേഴ്സാണ് കൂടുതലുള്ളത്. പക്ഷേ മേജർ റെസിസ്റ്റൻസ് 400 ആണ്. ഓക്കെ, 450 അറൗണ്ട്. അപ്പം 400 മുകളിൽ നമ്മൾ ബുള്ളിഷ്നെസ്, അതാണ് ഞാൻ പറഞ്ഞത്. 400 മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ബുള്ളിഷ് ആയിട്ടുള്ള ട്രേഡ് നമുക്ക് സുഖമായിട്ട് നോക്കാം. ഓക്കെ, സോ ഇതായിരിക്കും നമ്മുടെ മൺഡേ പ്ലാൻ. 25,400 എബോവ് ബുള്ളിഷ്, 25,300 ബിലോ ബിയറിഷ്. ഓക്കെ, ബിയറിഷ് മീൻസ് ഒരു പുൾ ബാക്ക്. സോ കാരണം നമുക്കറിയാലോ, ഓൾവേസ് മാർക്കറ്റ് ഇസ് ഗോൾ ലൈക്ക് ദിസ്, ലോ ഹൈ ഹയർ ലോ. സോ ഈ ഒരു പാറ്റേൺ ആണ് ഇപ്പം ചെയ്തു വരുന്നത്. ഇവിടുന്ന് താഴെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, ഈ ഒരു പാറ്റേണിലാണ് നിഫ്റ്റി വരുന്നത്. ഹയർ ലോ. സോ ഈ ഒരു ഹൈ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ നിയറസ്റ്റ് ലോ, അതായത് സ്വിംഗ് ലോ ഇതാണ്. സോ സ്വിംഗ് ലോയിൽ നിന്ന് വന്നപ്പോൾ തന്നെ നിഫ്റ്റി ഇവിടുന്ന് വീണ്ടും ഒരു പുൾ ബാക്ക് തന്നിട്ടുണ്ട്. സോ ഈ ലോ ബ്രേക്ക് ചെയ്യുന്നവരെ നമ്മൾ ഒരു ബിയറിഷ് സൈഡിലോട്ട് പോകത്തില്ല. ഈ ലോ ബ്രേക്ക് ചെയ്താൽ നമുക്കൊരു ബിയറിഷ് ചാൻസ് ഉണ്ടാവും. അതുവരെ നമ്മൾ സ്റ്റിൽ ബുള്ളിഷാണ്. 25,400 എബോവ് ഒരു സ്ട്രോങ് ക്ലോസ് എന്നാൽ നമുക്ക് മുകളിലോട്ടുള്ള ട്രേഡ് എടുക്കുക. ഞാൻ ഇന്നലെ ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് എടുത്തിരുന്നു. ബട്ട് ഈ ഇവിടെ വന്നിട്ടുള്ള അതായത് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ക്ലോസ് ചെയ്തു ട്രേഡ്. ഞാൻ ഈ ഒരു പുൾ ബാക്കിൽ നിന്ന് ട്രേഡ് ചെയ്തിരുന്നു, ബട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടോന്ന്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. പിന്നെ വേറെ കാര്യം, ഓൺ വോയിസ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാം കമൻറ്റ് ബോക്സിൽ. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും എന്താ പറയുക, ഈ AI വോയിസ് ഇഷ്ടമുള്ളവരുണ്ട്, ഇഷ്ടമില്ലാത്തവരുണ്ട്. സോ എനിക്ക് ഓൺ വോയിസ് തന്നെയാണ് സുഖം. സാധാരണ ഓൺ വോയിസ് അല്ലെങ്കിൽ ഇത് എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് പിന്നെ എൻ്റെ നോട്ട് ഉണ്ടാക്കി ആ നോട്ട് പിന്നെ ഒരു വോയിസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ആക്ച്വലി. സോ നിങ്ങളുടെ താല്പര്യം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ, എനിവേ ഹാപ്പി ട്രേഡ് ഡേ ഫോർ മൺഡേ. Thank you.